നമസ്കാരം. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇന്ന് ഞാൻ ചെയ്ത ആദ്യത്തെ വീഡിയോ കണ്ടവർ ഒക്കെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ ചില ആശങ്കകളും ആശയക്കുഴപ്പങ്ങളുമുണ്ട്. അമേരിക്കയുടെ ഒരു വിമാനത്തിൻ്റെ പൈലറ്റോ അല്ലെങ്കിൽ ഒരു എയർമാനോ എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ട് സ്വയം ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടാൽ തീർച്ചയായും സേനയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും. അതില്ലാതെ വരില്ല എന്നായിരുന്നു പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇറാൻ്റെ ആക്രമണം വിമാനത്തിന് മേലുണ്ടാവുന്നു, യുദ്ധവിമാനം തകരുന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ തന്നെ അപകടമില്ലാതെ പാരഷൂട്ടിൽ രക്ഷപ്പെടാനുള്ള സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൻ്റെ അകത്ത് എല്ലാ സംവിധാനവുമുണ്ട്. അപകടമില്ലാതെ വരാം. ഈ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം തുടരും. അവിടെ നിന്ന് എല്ലാവിധ സഹായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വൈമാനികനെ കാണാനില്ല എന്നത് വളരെ ദുരൂഹമാണ് എന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ആ ദുരൂഹത ആരോപണം സത്യമായിരുന്നു. ഇന്നിപ്പോൾ പുറത്തു വരുന്നത് അതിനാടകീയവും അത്യപൂർവമായ നീക്കത്തിലൂടെ ഇറാൻ്റെ മണ്ണിൽ കയറി അവിടെ നിന്ന് ഈ എയർമാനെ രക്ഷിച്ചു കൊണ്ടുപോയി എന്നതാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആകപ്പാടെ നാണം കെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം ട്രംപ് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇറാൻ വഴങ്ങുന്നില്ല, ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഒടുവിൽ സഹികെട്ട് ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു യുദ്ധം തീർന്നു, ഇറാൻ്റെ സൈനിക ശേഷി ഇല്ലാതായി, വ്യോമസേനയെ തകർത്തു, മിസൈലുകളും ആയുധങ്ങളും ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങളാണ് ഇറാൻ വീഴ്ത്തിയത്. 35 ദിവസം നീണ്ട യുദ്ധത്തിൽ, ഒരു മാസം പിന്നിട്ട യുദ്ധത്തിൽ ആദ്യമായാണ് അമേരിക്കയ്ക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെടുന്നത്. ഒരു വിമാനം വെടിവെച്ച് വീഴ്ത്തിയത് കുവൈറ്റിൽ വെച്ചായിരുന്നത് കൊണ്ട് അതിലെ പൈലറ്റിനെ രക്ഷിച്ചെടുത്തു. എന്നാൽ അമേരിക്കയുടെ ഏറ്റവും വിലമതിപ്പുള്ള F-15E വിമാനമാണ് ഇറാൻ്റെ മലനിരകൾക്കിടയിൽ വെടിവെച്ച് വീഴ്ത്തിയത്. തെക്കൻ ഇറാനിലെ ജനവാസമില്ലാത്ത വലിയ മലനിരകൾക്കിടയിലേക്കാണ് ആ വിമാനം വീണത്. ആ വിമാനം നിലത്ത് വീണ ഉടൻ തന്നെ അവിടുന്ന് പാരഷൂട്ടിൽ ഇറങ്ങിയ പൈലറ്റിനെ 2 അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ രക്ഷിച്ചുകൊണ്ടുപോയി. ഓർക്കണം, ഇറാൻ്റെ ഭൂമിക്കുള്ളിൽ അവർ കടന്നു കയറി നേരത്തെ തന്നെ 2 പേരെ രക്ഷിച്ചു കൊണ്ടുപോയി. പക്ഷെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, എയർമാനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതായിരുന്നു ആശങ്ക ഉണ്ടാക്കിയത്. ഈ എയർമാനെ കണ്ടെത്താനുള്ള ശ്രമം അമേരിക്ക ആരംഭിച്ചു. ഇറാൻ ആവട്ടെ ഒരു തരത്തിലും അവിടെ നിന്ന് അമേരിക്ക ഇയാളെ രക്ഷിച്ചുകൊണ്ട് പോവാതിരിക്കാൻ $60,000 ജനങ്ങൾക്ക് പ്രഖ്യാപിക്കുകയാണ്. ആരയാളെ പിടിച്ചാലും അവർക്ക് $60,000 തരാമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. അവിടെയുള്ള ആദിവാസികളടങ്ങുന്ന ജനക്കൂട്ടം ഈ അമേരിക്കൻ എയർമാനെ തേടി ഇറങ്ങുകയാണ്. വല്ലാത്തൊരു പ്രതിസന്ധി രൂപപ്പെടുന്നു. ഇയാൾ പിടികൂടപ്പെട്ടാൽ, അതായത് ഇറാൻ സേനയുടെയോ ഇറാൻ ജനക്കൂട്ടത്തിൻ്റെയോ കൈകളിൽ പെട്ടാൽ സ്വാഭാവികമായും യുദ്ധത്തിന് വലിയ വഴിത്തിരിവുണ്ടാവും. വലിയ തോതിൽ അവർ വിലപേശലിന് കാരണമാക്കും. 1979 അങ്ങനെയാണ് ഇറാനിയൻ ബന്ദി ക്രൈസിസ് ഉണ്ടാവുന്നത്. 52 അമേരിക്കക്കാരെയാണ് എംബസിയിൽ കയ്യേറി തടവിൽ വെച്ച് 444 ദിവസം. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ? യുദ്ധം ഇതിനോടകം പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി മൂർച്ഛിക്കുമോ എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഏറ്റവും ശുഭകരമായ വാർത്ത പുറത്തു വരുന്നത്. അത്ഭുതകരമായ അത്യപൂർവമായ ഓപ്പറേഷനിലൂടെ അമേരിക്കൻ സൈന്യം ഇറാൻ്റെ മണ്ണിൽ കടന്ന് ഇറാൻ സേനയോട് ഏറ്റുമുട്ടി അവരിൽ പലരെയും വെടിവെച്ച് കൊന്ന് ഒരു പരിക്കും അമേരിക്കൻ സൈനികർക്ക് പറ്റാതെ വളരെ കൃത്യമായി ഈ വൈമാനികനെ രക്ഷിച്ചെടുത്തു. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും തോൽക്കാൻ കഴിയില്ല. അവർ ഒരിക്കലും തോൽക്കുകയുമില്ല. ഇറാനെ ഏതറ്റം വരെ ശിക്ഷിക്കുമെന്നത് മാത്രമാണ്. ഇറാൻ പിടിച്ചു നിൽക്കുന്നത് അവരെ അത്ഭുതപ്പെടുത്തുന്നു. തുറുപ്പ് ചീട്ടൊന്നും എടുക്കാതാണ് അമേരിക്കയും ഇസ്രായേലും പടപൊരുതുന്നു. അവർക്ക് തുറുപ്പ് ചീട്ടെടുത്താൽ അതിൻ്റെ പ്രതിഫലനം രൂക്ഷമായിരിക്കും. കാരണം അയൽ രാജ്യങ്ങളെ അത് ബാധിക്കും, GCC രാജ്യങ്ങളെ ബാധിക്കും. അതുകൊണ്ടാണ് അങ്ങേയറ്റത്തെ കടുംകൈക്കൊന്നും പോവാതെ അവർ നീക്കം നടത്തി. പക്ഷേ നിവൃത്തിയില്ല. മരണക്കളിയിലൂടെ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി. അത്തരമൊരു മരണക്കളിയാണ് ഈ വൈമാനികനെ രക്ഷിക്കാൻ വേണ്ടി അമേരിക്കൻ സൈന്യം എടുത്തത്. അമേരിക്കൻ സൈന്യം റിസ്ക് എടുത്തുകൊണ്ടാണ് ഇറാനിലേക്ക് കടന്നു കയറുന്നത്. ഇറാനിലെ മലനിരകളിൽ അവർ കൃത്യമായി പരിശോധന നടത്തി. വേറൊരു കാര്യം വ്യക്തമാണ്, അമേരിക്കൻ സൈന്യത്തിന് ഇയാളെ ലൊക്കേറ്റ് ചെയ്യാൻ പ്രയാസമില്ല. കാരണം ഇയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംവിധാനമുണ്ട്. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ ഇറാനിലേക്ക് എത്താൻ പാടില്ല. ഒന്ന്, ഇയാൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ട് എന്ന സൂചന ഇറാനിലെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇറാൻ പട്ടാളത്തിനോ കിട്ടാൻ പാടില്ല. ഓർക്കണം, ഇറാൻ ഭൂമിക്കകത്താണെന്ന് ഓർക്കണം. അതുകൊണ്ട് അതീവ സുരക്ഷിതമായി, ആർക്കും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ അതീവ സുരക്ഷിതമായി ഒരു ഒളിത്താവളം കണ്ടെത്തുക. ആ ഒളിത്താവളം കണ്ടെത്തി അവിടെ നിന്ന് വളരെ ലിമിറ്റഡ് ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ ലിമിറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കൂടിയാലും കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള കൃത്യമായ പരിശീലനം ഇവർക്ക് കൊടുക്കുന്നുണ്ട്. SERE ZERI എന്ന് പറയുന്ന ഒരു പദ്ധതി, ഒരു പരിശീലന പദ്ധതിയുണ്ട്. പദ്ധതി പറയുന്നത് സർവൈവൽ, ഇവേഷൻ, റെസിസ്റ്റൻസ് ആൻഡ് എസ്കേപ്പ് എന്നാണ്. ഈ പരിശീലന പദ്ധതി വഴി ഒരു അപകടത്തിൽപ്പെട്ടാൽ എങ്ങനെയാണ് ഒളിവിൽ പോവേണ്ടത്, എങ്ങോട്ടാണ് വീണാൽ എത്ര ദൂരം പോകണം, എങ്ങനെയാണ് പോവേണ്ടത്, എവിടെയാണ് കയറി ഇരിക്കേണ്ടത്, ഏത് തരത്തിൽ പോവരുത്, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം,
എങ്ങനെയാണ് ശത്രു ഇത് കണ്ടെത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ എല്ലാ പരിശീലനവുമുണ്ട്. ഈ പരിശീലനം സിദ്ധിച്ച അതിനുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമുള്ള ഈ സൈനികൻ അങ്ങനെ തന്നെ ചെയ്തു. ഇവിടെ ഫോക്സ് റിപ്പോർട്ട് ചെയ്ത CIA ഒരു വളരെ ബുദ്ധിപരമായ ഒരു തന്ത്രം, ഒരു ചതിപ്രയോഗം നടത്തി എന്നുള്ളതാണ്. അതായത് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇതിനോടകം തന്നെ രക്ഷിച്ചുകൊണ്ട് പോയി. ആദ്യത്തെ വിമാനത്തിൽ ഇയാളും ഉണ്ടായിരുന്നു. ഇറാനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയാണ് ഒരാളെ കാണാനില്ല എന്ന പ്രചരണവും വാർത്തയും പുറത്തുവിട്ടത്. വാസ്തവത്തിൽ എല്ലാവരും രക്ഷിച്ചെടുത്തിരുന്നു. അപകടം നടന്ന ഉടൻ അമേരിക്കയുടെ ഹെലികോപ്റ്റർ വന്ന് ഈ പൈലറ്റിനെ രക്ഷിച്ചെടുത്തിരുന്നു. ആ രക്ഷിച്ചുകൂടെ ഇയാളെയും കൊണ്ടുപോയിരുന്നു. അത് മനഃപൂർവ്വം ചില പദ്ധതികളുടെ ഭാഗമായി ഇറാന് ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന ഒരു വ്യാജ പ്രചരണം CIA അഴിച്ചുവിട്ടെന്നും ഈ പ്രചരണം ശക്തിപ്പെട്ടെന്നും ഇത് വാർത്തയായതോടുകൂടി ഇറാൻ സൈന്യം ആശയക്കുഴപ്പത്തിലായെന്നും അവരുടെ താല്പര്യം നഷ്ടപ്പെട്ടുവെന്നുമാണ് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരാശയക്കുഴപ്പം സൃഷ്ടിച്ച് അവരെ ശത്രുപാളയത്തിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഇറാൻ സൈനികർക്ക് നേരെ വലിയ വെടിവയ്പുണ്ടായി. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇറാൻ്റെ മലനിരകൾക്കിടയിൽ കയറി, പുലിമടയിൽ കയറി അവർ അവരുടെ സൈനികനെ രക്ഷിച്ചുകൊണ്ടുപോയി. ഇത് ട്രംപിൻ്റെ നഷ്ടപ്പെട്ടുപോയ ഇമേജ് തിരിച്ചു കിട്ടാൻ കാരണമാകും. ട്രംപിന് വാസ്തവത്തിൽ വലിയ പരീക്ഷണത്തിലൂടെ കടന്നുപോകുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തതൊരു വെല്ലുവിളിയാകുന്നു. എങ്ങനെയായിരിക്കും യുദ്ധത്തിൻ്റെ അവസാനം എന്നതിനെക്കുറിച്ച് ധാരണയില്ല. 2 യുദ്ധവിമാനങ്ങൾ തകർന്നതോടെ നാണക്കേടാവുന്നു. ആ നാണക്കേടിൻ്റെ പാരമ്യമായിരുന്നു ഒരു വൈമാനികനെ നഷ്ടപ്പെട്ടു പോയത്. ആ വൈമാനികനെ പുലിമടയിൽ കയറി പിടിച്ചുകൊണ്ട് വന്നപ്പോൾ, രക്ഷിച്ചെടുത്തപ്പോൾ ട്രംപിൻ്റെ ഇമേജ് ഉയർന്നു. അമേരിക്കൻ സൈന്യത്തിൻ്റെ വീര്യം ഉയർന്നു. അമേരിക്കയുടെ ധീരത ശക്തിപ്പെട്ടു. എന്ന് മാത്രമല്ല, ഇറാന് നാണക്കേടായി. ഇറാൻ്റെ മണ്ണിൽ കയറി ഇങ്ങനൊരു ഓപ്പറേഷൻ നടത്തി അവർ വിജയിച്ചു എന്നത് ഇറാന് വലിയ നാണക്കേടായി. എന്തായാലും അമേരിക്കയ്ക്ക് വലിയൊരു നാണക്കേട് ഒഴിവായി മാറി. ട്രംപിൻ്റെ വീര്യം തിരിച്ചു കിട്ടി. ഈ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവായി മാറും ഈ റെസ്ക്യൂ ഓപ്പറേഷൻ. അമേരിക്കൻ പട്ടാളത്തിൻ്റെ സൈന്യത്തിൽ ഒരു യുദ്ധസമയത്തെ ഏറ്റവും റിസ്ക് എടുത്ത റെസ്ക്യൂ ഓപ്പറേഷനായി ഇത് വിലയിരുത്തപ്പെടുന്നു.